അയോധ്യ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുയർന്ന സാമ്പത്തിക ക്രമക്കേടുകളിലും സംഭാവന തട്ടിപ്പിലും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട തലസ്ഥാന നഗരിയിൽ സന്യാസിമാരുടെയും മഹന്തമാരുടെയും മഹാമണ്ഡലേശ്വരന്മാരുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം അരങ്ങേറി. ഡൽഹിയിലെ മാണ്ഡി ഹൌസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഫിറോസ് ഷാ റോഡിൽ വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞതോടെ സന്യാസിമാർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധിക്കുകയും തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പൂർണിയ MP പപ്പു യാദവ് പ്രതിഷേധത്തിലെത്തി ഭക്തരുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന സാമ്പത്തിക അഴിമതി കേസുകൾക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സന്യാസിമാർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നേരത്തെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളിൽ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നെന്ന ഹർജികൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന തുടങ്ങിയവരുടെ സുപ്രീം കോടതി ബെഞ്ച് ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി ഓഡിറ്റ് ചെയ്യാനും ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്താനും നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പുറമെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലും മോഷണ കേസുകളിലും പരിചയസമ്പന്നരായ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതാണ് ഉചിതം എന്ന കോടതി നിരീക്ഷണത്തെ തുടർന്ന് SIT പുനഃസംഘടിപ്പിക്കുകയും സംഭാവന തട്ടിപ്പ് കേസ് മാത്രമായി പ്രത്യേകമായി കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ മലയാളി IPS ഉദ്യോഗസ്ഥനായ IG S കിരണിന്റെ നേതൃത്വത്തിൽ DIG സോമൻ വർമ്മ, ഡോക്ടർ ഗൗരവ് ഗ്രോവർ എന്നിവരടങ്ങുന്ന പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പുതിയ അന്വേഷണ സംഘം തെളിവുകളും സാമ്പത്തിക രേഖകളും ശേഖരിച്ച് അന്വേഷണം വേഗത്തിലാക്കുന്നതിനിടയിലാണ് ട്രസ്റ്റിന്റെ ഭൂമി ഇടപാടുകളിലും സംഭാവന പിരിവിലും വലിയ തോതിലുള്ള അഴിമതി ആരോപിച്ചുകൊണ്ട് സന്യാസി സമൂഹം തെരുവിലിറങ്ങി CBI അന്വേഷണത്തിനായി പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്.